നിങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട 4 പോളിസികളുണ്ട്. നമ്മളുടെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഈ 4 പോളിസികളെ കുറിച്ചിട്ടുള്ളതാണ്. ഏതെല്ലാമാണ് നിർബന്ധമായും നമുക്കുണ്ടായിരിക്കേണ്ട ഈ 4 പോളിസികൾ? ഇതുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് എന്ന് പറയുന്നത്. ഇത് 4ഉം നമ്മളെ ധനികനാക്കാനുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് അല്ല, മറിച്ച് നമ്മളെ ദരിദ്രനാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഈ പോളിസികൾ. അതുകൊണ്ട് തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ 4 പോളിസികളും വളരെ ഇമ്പോർട്ടൻസിൽ കാണപ്പെടുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ 4 പോളിസികൾ നമ്മളുടെ ജീവിതത്തിൽ നിർബന്ധമായി മാറുന്നത്? ക്വിക്കായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ 4 പോളിസികളും NRIസിനും അതേപോലെ റെസിഡൻ്റ് ആയിട്ടുള്ള മലയാളികൾക്കും ബാധകം തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം ഏതാണ് ഈ 4 പോളിസികളും. ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു പോളിസിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് പറയുന്നത്. എനിക്ക് തോന്നുന്നു മലയാളികൾ ആദ്യം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻറ്റുമാർ ഇത് സെയിലിന് വേണ്ടി വരുമ്പോൾ പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ട എന്നായിരുന്നു ആൾക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ കോവിഡ് മലയാളികളുടെയും ഒട്ടുമിക്ക ജനങ്ങളുടെയും കണ്ണു തുറപ്പിച്ചു. കോവിഡിന് ശേഷം നമ്മൾ ഇൻഷുറൻസ് ഏജൻറ്റിനെ അങ്ങോട്ട് അന്വേഷിച്ച് പോകുന്നൊരവസ്ഥ വന്നു. ഇൻഷുറൻസ് പോളിസി നമുക്ക് വേണം, നിർബന്ധമാണ്. ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റിന് നമുക്കൊരു ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, പണ്ടത്തെ കാലത്ത് അതിനെ നമ്മൾ മെഡിക്ലെയിം പോളിസി എന്നാണ് അറിഞ്ഞിരുന്നത്. ഈ മെഡിക്ലെയിം പോളിസികൾ നമുക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു പോളിസി. പിന്നെയും ഇവിടുത്തെ ഒരു വലിയൊരു തെറ്റിദ്ധാരണ, മലയാളികളായിട്ടുള്ള NRIs പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാറില്ല. കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം അവരിത് എടുക്കാത്തത്. പക്ഷേ അവർ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് ആ സമയത്ത് അസുഖങ്ങളും ഷുഗറും കിഡ്നി ഡിസീസും വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പോളിസികൾ കിട്ടില്ല. അതുകൊണ്ടാണ് മസ്റ്റ് ഹാവ് പോളിസിയിൽ ഏറ്റവും നമ്പർ 1 ടോപ്പ് സീരിയസ് ആയിട്ട് നിൽക്കുന്നൊരു പോളിസിയാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സെക്കൻഡായിട്ട് മസ്റ്റ് ഹാവ് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു പോളിസിയാണ് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി. ഇന്ന് ഇത് കാണുന്ന പല വ്യക്തികൾക്കും, അല്ലെങ്കിൽ നമ്മളുടെ മലയാളികളായിട്ടുള്ള പല വ്യക്തികളും, ഒരു 90% ആളുകൾക്കും അറിയില്ലാത്തൊരു പോളിസിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മാരകമായിട്ടുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു വൻ തുക നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുന്ന പോളിസിയാണ് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി എന്ന് പറയുന്നത്. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്, എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി എന്ന്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു രോഗം വന്നാൽ നമ്മളുടെ ഹോസ്പിറ്റൽ ബില്ല്, നമുക്കിപ്പോൾ ഒരു സർജറിയും ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് ഒരു 15 ദിവസം ഒരു ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരു 6 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 3.5 ലക്ഷം രൂപയുടെ ബില്ല് ഹോസ്പിറ്റലിൽ വന്നു. നിങ്ങൾക്കൊരു മെഡിക്ലെയിം പോളിസി ഉണ്ടെങ്കിൽ ആ ബില്ല് പേ ചെയ്യുന്നത് നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയാണ്. ഇവിടെ സംഭവിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് ബില്ല് പേ ചെയ്യുകയാണ് മെഡിക്കൽ ഇൻഷുറൻസ്. പക്ഷേ ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി എന്ന് പറഞ്ഞാൽ നമുക്കൊരു അസുഖം വന്നോ, ക്രിട്ടിക്കലായിട്ടുള്ള അസുഖങ്ങൾ, അതുകൊണ്ടാണ് അതിൻ്റെ പേര് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി. ഏതെല്ലാമാണ് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി എന്ന് നമുക്ക് നോക്കാം. ആൻജിയോപ്ലാസ്റ്റി ഒരു ക്രിട്ടിക്കൽ ഇൽനസ് ആണ്. ഹാർട്ട് വാൽവ് ഓപ്പറേഷൻ ക്രിട്ടിക്കൽ ഇൽനസ് ആണ്. കിഡ്നി ഡിസീസ് ക്രിട്ടിക്കൽ ഇൽനസ് ആണ്. അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ക്യാൻസർ, ട്യൂമർ, ഇതെല്ലാം ക്രിട്ടിക്കൽ ഇൽനസ് ആണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ആൻജിയോപ്ലാസ്റ്റി വന്നാൽ നിങ്ങളുടെ ആദ്യം പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങളുടെ പേയ്മെൻറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കും. രണ്ടാമത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി നിങ്ങളുടെ ബാങ്കിലേക്ക്, നിങ്ങൾ എത്രയിൻ്റെ പോളിസിയാണോ എടുത്തിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു 20 lakhs പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ആൻജിയോപ്ലാസ്റ്റി വന്ന വ്യക്തിക്ക് ഈ 20 lakhs എമൗണ്ട് ഒരു മാസത്തിന് ശേഷം, 30 ദിവസം നമ്മൾ സർവൈവ് ചെയ്യണമെന്ന് കൂടി ഒരു കണ്ടീഷനുണ്ട്. 30 ദിവസത്തിന് ശേഷം ഈ 20 ലക്ഷം രൂപ ലംസമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ്, അതോടെ ആ പോളിസി ക്ലോസ് ആവുകയാണ്. ഇത് തന്നെയാണ് ക്യാൻസറിനും, ഇത് തന്നെയാണ് ഹാർട്ട് വാൽവ് ഓപ്പറേഷനും, ഇത് തന്നെയാണ് കിഡ്നി ഡിസീസും. അപ്പോൾ ഒരു പക്ഷേ ഒരു മാരക രോഗം വന്ന് നമ്മൾ മാനസികമായിട്ട് തളർന്ന, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഈശ്വരൻ നമ്മളുടെ കരങ്ങളിലേക്ക് വെച്ചിടുന്ന ഒരു വലിയൊരു വൻ തുകയാണ് ഈ പോളിസി. ഇതിന് ഒത്തിരി കോസ്റ്റും ഉള്ള പ്രീമിയം ഉള്ള ഇതിന്. ഇത് 2016 ഇന്ത്യയിൽ വന്നത്. ഇത് പല ആൾക്കാർക്കും ഇത് അറിയാത്തതുകൊണ്ട് ആൾക്കാരത് ചോദിച്ച് മേടിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക, ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി അത് ഒരു കുടുംബത്തിൻ്റെ നാഥനായിട്ടുള്ള, അതിൽ പൈലറ്റായിട്ടുള്ള കുടുംബനാഥനും ഭാര്യയ്ക്കുമാണ് ഏറ്റവും ഐഡിയൽ. പിന്നെ എംപ്ലോയിഡ് ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധമുണ്ട്. സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, പിള്ളേർക്ക് എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ കുട്ടികൾ ഒരു 24 years 25 years ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരാണ് മക്കൾ, അവർക്ക് എംപ്ലോയിഡ് ആണെങ്കിൽ
ഡെഫിനറ്റ്ലി ദേ വിൽ ഗെറ്റ്. ബട്ട് ഒരു 16 വയസ്സുള്ള ഒരാൾ സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ ഒരു 20 വയസ്സുള്ള ഒരു കുട്ടി സ്റ്റുഡൻ്റാണ്, അവർക്ക് സ്റ്റുഡൻസിന് കിട്ടില്ല ഇത്. ഒരു ഇൻകം റീപ്ലേസ്മെൻറ്റ്, ഒരു മാരക രോഗം വന്നിട്ട് ഒരു വ്യക്തിക്ക് അയാളുടെ സമ്പത്ത് ഷാറ്റർ ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോളിസിയാണത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ തീർച്ചയായിട്ടും ഇതെടുത്തിരിക്കണം. സോ NRI ആണോ നോൺ NRI ആണോ അത് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. സാലറീഡ് ആണോ ബിസിനസ് മാൻ ആണോ അതും ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി മൂന്നാമത്തെ മസ്റ്റ് ഹാവ് പോളിസി എന്താണ് എന്ന് നോക്കാം. അതും ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേം പോളിസി. ടേം പോളിസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാലറീഡ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അയാളുടെ പേരിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു പോളിസിയാണ് ടേം പോളിസി. ടേം പോളിസി എന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഒരു വൻ തുക നമ്മളുടെ ലൈഫിന് ഒരു കവർ കിട്ടുന്നൊരു പോളിസിയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മളുടെ വരാഴിക എത്രയാണോ അതിൻ്റെ 20 times ആണ് ഇവിടെ പറയുന്നത്. ഒരാൾക്ക് ഒരു ആനുവൽ ഇൻകം X ആണെങ്കിൽ X × 20 times അതാണ് നമ്മൾക്ക് കവറിലുണ്ട്, നമ്മളുടെ ലൈഫിന് ഒരു കവർ ഉണ്ടാവേണ്ടത്. അതിന് ടേം പോളിസി എപ്പോഴും പലപ്പോഴും നിസ്സാര വിലയ്ക്ക് കിട്ടുന്ന പോളിസിയാണ്. ചെറുപ്പക്കാരാണെങ്കിൽ തീരെ കുറഞ്ഞ എമൗണ്ടേ വരുള്ളൂ. അപ്പോൾ ഈ ടേം പോളിസി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കുടുംബത്തിൻ്റെ നാഥന് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മരണപ്പെട്ട് കഴിഞ്ഞാലല്ല. മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അതിനകത്തൊരു പോളിസിയുടെ എമൗണ്ട് കിട്ടും. ഇവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള പോളിസികളിൽ ടെർമിനൽ ഇൽനെസ്സും കൂടി കവർ ചെയ്യുന്നുണ്ട്. ടേം പോളിസി വിത്ത് ടെർമിനൽ ഇൽനെസ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പോളിസികൾ നമുക്കൊരു മസ്റ്റായിട്ടുള്ള പോളിസികളാണ്. ഒരു കുടുംബത്തിൻ്റെ മാസ്റ്റർ ഇൻകം മേക്കർ അയാൾക്ക് ഡെത്ത് ഇമ്മിനൻ്റായിട്ട് വരുന്നൊരു ഡിസീസ് വന്നാൽ, ഫോർ എക്സാമ്പിൾ സർവൈവലിറ്റി കുറഞ്ഞ ക്യാൻസറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് അയാൾക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ടിരിക്കുന്ന ഇൻഷുറൻസ് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചാൽ കാശ് കിട്ടുന്നതാണ്, മരിച്ചാൽ കിട്ടുന്നത് നോമിനിക്കാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ജീവിച്ചിരിക്കുമ്പോൾ കാശ് കിട്ടുന്ന ഒരു പോളിസിയാണ് ടേം പോളിസി എന്ന് പറയുന്നത്. നമ്മൾ ആ ടേം പോളിസിയിൽ നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ പണം നമുക്ക് ജീവിച്ചിരുന്നാൽ ഒരു അസുഖവും വരുന്നില്ല, നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് ആ കാശ് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. നമ്മൾ അടച്ച കാശ് തിരിച്ചു കിട്ടുന്നൊരു പോളിസിയും ആണത്. അടച്ച കാശ് തിരിച്ചു കിട്ടാത്ത പോളിസിയുണ്ട്, തിരിച്ചു കിട്ടുന്ന പോളിസിയുണ്ട്. അപ്പോൾ ടേം പോളിസിയാണ് ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക്, ഒരു ബിസിനസ്മാന്, ഒരു NRIക്ക് മസ്റ്റ് ഹാവ് 4 പോളിസിയിൽ മൂന്നാമത്തെ പോളിസി ടേം പോളിസിയാണ്. 4th മസ്റ്റ് ഹാവ് പോളിസി പലപ്പോഴും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണാത്ത ഒരു പോളിസിയാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മളെ ഹോം ഇൻഷുറൻസ് എന്ന് പറയും. നമ്മളുടെ വീടിന് എഗെയിൻസ്റ്റ് ഫയർ, ഫ്ലഡ്, എർത്ത്ക്വേക്ക്, തെഫ്റ്റ്, ബർഗളറി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് കവറാണ്. നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളുടെ ഒരു വീടുണ്ടാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഫ്ലഡ് വന്നതിന് ശേഷമാണ് ആൾക്കാർ ഹോം ഇൻഷുറൻസിൻ്റെ അല്ലെങ്കിൽ ഫയർ ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി. ഫ്ലഡ് വന്നപ്പോൾ പല വീടുകളിലെയും അവസ്ഥ വളരെ മോശമായി. പല ആൾക്കാർക്കും ഭവനം തന്നെ രണ്ടാമത് കയറി താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഒരു 2500 രൂപയോ ഒരു 4000 രൂപയോ അല്ലെങ്കിൽ 15000 രൂപയോ കൊടുത്താലേ നിസ്സാര കാശ് വരുന്നുള്ളൂ. ഈ ടൈം ഇത്തരത്തിലുള്ള പോളിസികൾക്ക് വളരെ നിസ്സാര കാശ് വരുന്നുള്ളൂ. അപ്പോൾ അത് കൊടുത്തിട്ട് ഒരു ഹോം ഇൻഷുറൻസ് പോളിസി, നമ്മുടെ കുടുംബം, അതായത് നമ്മുടെ വീട് മൊത്തത്തിൽ ഇൻഷുർ ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ കോമ്പൗണ്ട് വാള് കവർ ചെയ്യും, നമ്മൾ ഗേറ്റ് കവർ ചെയ്യും. നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു 90 ഇഞ്ച് TV അല്ലെങ്കിൽ 70 ഇഞ്ച് TV ആണെങ്കിൽ ആ TV ബ്രേക്ക് ചെയ്താൽ പോലും അത് കവർ ചെയ്യും. നിങ്ങളുടെ സീലിംഗ് ഫാനുകൾ, AC, അതേപോലെ ലാപ്ടോപ്പ്, വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ ഓൾ തിങ്സ് വിൽ ബി കവേർഡ്. ഇത് പലപ്പോഴും പല ആൾക്കാരും ചെയ്യാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ കുറച്ച് ഹിൽ ഏരിയസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രമർ വന്നാൽ, ഒരു ഭൂമികുലുക്കം വന്നാൽ ബിൽഡിംഗ് വാളിൽ ക്രാക്ക് വരാം. അപ്പോൾ അത്തരത്തിലുള്ള ഇതിന് എഗെയിൻസ്റ്റ് നമുക്ക് കവർ കിട്ടും. ഹ്യൂജ് എമൗണ്ട് നമുക്ക് ചെയ്യാം. കോടികൾ നമുക്ക് 1, 2, 3 കോടികൾ എത്ര രൂപയാണ് നമ്മൾ ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ ചിലവാക്കിയിരിക്കുന്നത്, മൊത്തം എമൗണ്ടും കവർ ചെയ്യുന്ന ഫയർ ഇൻഷുറൻസും ഉണ്ട്. ഇനി ഒന്നും വേണ്ട, നിങ്ങളുടെ വീട് പൂട്ടിയിട്ട് നിങ്ങൾ വല്ല ടൂറ് പോകുമ്പോൾ മോഷണം നടന്നാൽ അതിന് എഗെയിൻസ്റ്റും കവർ കിട്ടും. പ്ലസ് ഒരു ഫയർ വന്നാൽ നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളുടെ വില മൊത്തത്തിൽ നമുക്കത് കവർ ചെയ്യുന്ന പോളിസികളുണ്ട്.
അപ്പോൾ നാലാമത്തെ മസ്റ്റ് ഹാവ് പോളിസി ഫോർ യു ഈസ് ഹോം ഇൻഷുറൻസ്. നമ്മൾ 4 പറഞ്ഞു. 1 ഹെൽത്ത് ഇൻഷുറൻസ്, 2 ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി, 3 ടേം ഇൻഷുറൻസ് പോളിസി വിത്ത് ടെർമിനൽ ഇൽനെസ് കവർ, 4th വൺ ഈസ് യുവർ ഹോം ഇൻഷുറൻസ്. ഈ 4 പോളിസിയും തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇറ്റ്സ് എ മസ്റ്റ് ഹാവ് പോളിസി. നിങ്ങളും അത് എടുക്കാൻ ഇന്ന് തന്നെ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഫോർ NRIs as well as non-NRIs. These are the must have policies. Thank you for watching. Good day to you. Bye.